Hi friends, welcome to my channel. ഇന്ന് 36 സൈസ് വരുന്ന പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിംഗ് വീഡിയോ ആണ് കാണാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ആദ്യം പട്ട വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1/4 ഇഞ്ച് വിടാം. പ്രിൻസസ് കട്ട് ആയാലും ബാക്ക് പാർട്ട് സാധാ ബ്ലൗസിൻ്റെ ഇതുപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നും വരുന്നില്ല. ഈ ബ്ലൗസിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 15 ഇഞ്ചാണ്. പ്ലസ് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്ത് 15.5 മാർക്ക് ചെയ്യാം. ഷോൾഡർ വരുന്നത് 6.5 പ്ലസ് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്ത് 6.25 മാർക്ക് ചെയ്യാം. 6.25 മാർക്ക് ചെയ്തു. ആം ഹോൾ വരുന്നത് 6.25 തന്നെയാണ്. ആം ഹോള് 6.25 മാർക്ക് ചെയ്തു. നെക്ക് വിഡ്ത്ത് വരുന്നത് 3.25 3 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് 3.25 ഉണ്ടാവും. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 9 ഇഞ്ചാണ്. 8.25 നമുക്ക് മാർക്ക് ചെയ്യാം. സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് 9 ഇഞ്ച് കിട്ടും. ഇതിൻ്റെ വേസ്റ്റ് വരുന്നത് 30 ഇഞ്ചാണ്. 30ൻ്റെ 4ൽ 1 ഭാഗം 7.5 മാർക്ക് ചെയ്യാം. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. മാർക്കിംഗ് എല്ലാം ജോയിൻ ചെയ്ത് വരയ്ക്കാം. ഇതിൻ്റെ ചെസ്റ്റ് വരുന്നത് 36 ആണ്. 36ൻ്റെ 4ൽ 1 ഭാഗം 9 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. 9 ഇഞ്ച് മാർക്ക് ചെയ്തു. പ്ലസ് 1.5 ഇഞ്ച് സീം അലവൻസ് ജോയിൻ ചെയ്ത് വരയ്ക്കുക. ആം ഹോൾ വരച്ചെടുക്കാം. ആം റൗണ്ട് വരുന്നത് 8.5 ഇഞ്ചാണ്. 8.5 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. കറക്റ്റ് 8.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ബാക്ക് പാർട്ട് കഴിഞ്ഞു. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് ലൈനിങ് തുണിയാണ്. എപ്പോഴും പ്രിൻസസ് കട്ട് ലൈനിങ് തുണിയിൽ വെച്ചടിക്കുക. ലൈനിങ് വെച്ചടിക്കാൻ ശ്രമിക്കുക. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇനി ബാക്ക് പാർട്ട് വെച്ച് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം.
3/4 ഇഞ്ചിൽ ഒരു മാർജിൻ കൊടുക്കാം, പ്ലസ് 1/4 ഇഞ്ച് പ്ലസ് 1/4 ഇഞ്ച് പട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. പ്രിൻസസ് കട്ടിനെ എപ്പോഴും പ്രിൻസസ് കട്ടിനെ ബാക്ക് പാർട്ടിനെക്കാട്ടും 1/2 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്യാം. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 6 ഇഞ്ചാണ്. 5.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. പ്ലസ് വേസ്റ്റ് മാർക്ക് ചെയ്യാം. എല്ലാം ജോയിൻ ചെയ്ത് വരയ്ക്കുക. സൈഡിൽ കൊടുത്ത പോലെ തന്നെ അടിഭാഗത്തും 3/4 ഇഞ്ചിൻ്റെ ഒരു മാർജിൻ കൊടുക്കുക. ഇവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്യാം, പ്ലസ് തയ്യൽ തുപ്പ് മാർക്ക് ചെയ്യാം. മെയിൻ ടെക്കിൻ്റെ ഹൈറ്റ് വരുന്നത് 10 ഇഞ്ചാണ്. 10 ഇഞ്ച് മാർക്ക് ചെയ്തു. ടെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 3.25 മാർക്ക് ചെയ്തു. ജോയിൻ ചെയ്ത് വയ്ക്കുക. ഇത് പ്രിൻസസ് കട്ട് ലൈൻ 2 ഇഞ്ച് നമ്മൾ ഇവിടുന്ന് മാർക്ക് ചെയ്തു, പ്ലസ് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. ഇത് ചെസ്റ്റ് ലൈൻ, ഇത് ബസ്റ്റ് ലൈൻ, ഇത് അണ്ടർ ബസ്റ്റ് ലൈൻ, ഇത് വേസ്റ്റ് ലൈൻ, ഇത് 3/4 ഇഞ്ചിൻ്റെ വേറൊരു ലൈൻ. ഇത്രയും ഭാഗം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ മെയിൻ ടെക്കിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത് 3 ഇഞ്ചാണ്. പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്ത് 4 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ആം ഹോൾ. ഇവിടെ ചെറുതായിട്ടൊരു കർവ് കൊടുക്കുക. ചെറിയൊരു കർവ് കൊടുത്താൽ മതി, വല്ലാണ്ട് വളച്ച് പോകണ്ട. ഈ പോയിന്റിൽ നിന്ന് ഈ കർവ് കൊടുത്ത ഈ പോയിന്റിലേക്ക് ഒരു ലൈൻ കൊടുക്കുക. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് ഈ ലൈനിൽ നിന്ന് 1 ഇഞ്ച് ചെസ്റ്റ് ലൈനിലേക്ക് മാർക്ക് ചെയ്യുക. ഇതേ പോയിന്റിൽ നിന്ന് ഈ 1 ഇഞ്ച് ഈ 1 ഇഞ്ചിലേക്ക് ലൈൻ കൊടുക്കുക. കണ്ടല്ലോ? നമ്മുടെ രണ്ടാമത്തെ ആം ഹോളും കിട്ടിക്കഴിഞ്ഞു. ഇനി ചെസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് 36 ആണ്. ഡിവൈഡഡ് ബൈ 4 9 കിട്ടും. അതിനു മുന്നേ നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം മെഷർ ചെയ്ത് നോക്കാം. അഞ്ചര 9 ഇവിടെ വരും. പ്ലസ് 3/4 ഇഞ്ച്
ലൂസ് കൊടുക്കാം. പ്ലസ് 1.5 ഇഞ്ച് സീം അലവൻസ്. ഇവിടെയും അതുപോലെ തയ്യൽ തുമ്പ് ഇട്ടിട്ട് ബാക്കിയുള്ള ഭാഗം നോക്കാം. 3.25, 9.5 പ്ലസ് 3/4 ഇഞ്ച് ലൂസ് കൊടുക്കാം. പ്ലസ് 1.5 ഇഞ്ച് സീം അലവൻസ്. ഡോട്ടെല്ലാം ജോയിൻ ചെയ്ത് വരയ്ക്കുക. ക്ലിയർ ആയല്ലോ? എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക, എന്നാലേ നന്നായിട്ട് മനസ്സിലാവുള്ളൂ. വേസ്റ്റ് വരുന്നത് 7.5 പ്ലസ് 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്ത് ബാക്കി എത്ര കിട്ടിട്ടോ നോക്കാം. ബാക്കി ഒരു 2.5 ഇഞ്ച് എടുക്കാം. അപ്പോൾ 2.5 ഇഞ്ചാണ് നമ്മുടെ ടെക്കിൻ്റെ വിഡ്ത്തായിട്ട് വരുന്നത്. അതിവിടെ മാർക്ക് ചെയ്യാം. ഷേപ്പ് ചെയ്ത് കൊടുക്കാം. പ്ലസ് ഇവിടെ കുറച്ച് ചെറിയൊരു ഷേപ്പ് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഷേപ്പ് കൊടുക്കാം. ഇവിടെയും നമ്മൾ ഷേപ്പ് ചെയ്തു. രണ്ട് ഭാഗത്തും കറക്റ്റ് അളവ് കിട്ടുന്നുണ്ടോ നോക്കാം. ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും ഭാഗം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ലൈനിങ്ങിൽ വെച്ച് വെട്ടിയെടുക്കാം. അതിന് മുന്നേ ആം ഹോൾ നോക്കാം. ഇനി നമുക്ക് ആം റൗണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ നോക്കാം. 1/2 ഇഞ്ച് 3/4 ഇഞ്ച് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് കറക്റ്റാവും. ഇനി ഇത് ലൈനിങ്ങിൽ വെട്ടിയെടുക്കാം. ഇനി സ്ലീവ് കട്ട് ചെയ്യാം. ഒന്നര ഇഞ്ച് മടക്കി ഹെമ്മിങ് ചെയ്യാം.
ലെങ്ത്ത് വരുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 6 ഇഞ്ചാണ്. പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടി 6 ഇഞ്ചിന് മാർക്ക് ചെയ്യാം. 3.5 ഇഞ്ച് ക്യാപ്പ് ഹൈറ്റ് കൊടുക്കാം. എട്ട് പ്ലസ് 1.5 സ്ലീവ് ഓപ്പൺ 6.5 ക്രോസായിട്ട് ലൈൻ വരച്ച് കൊടുക്കാം. 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഷേപ്പ് ചെയ്ത് കൊടുക്കാം. സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് ഭാഗം നമുക്കൊന്ന് കുഴിച്ച് വെട്ടാം. ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞു. അടുത്ത ബ്ലൗസിൻ്റെ കട്ടിങ് കഴിഞ്ഞു. അടുത്തത് സ്റ്റിച്ചിങ് പാർട്ടായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.